വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 2026 വിവിധ ഡിഗ്രി പ്രോഗ്രാമുകൾ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുന്നതിന് മുന്നോടിയായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് നിങ്ങളുടെ ഡിഗ്രി അംഗീകരിക്കണം. അതിൻ്റെ അംഗീകാരം കഴിഞ്ഞ ജൂൺ 20 ലഭിച്ചിട്ടുണ്ട്. അതോടുകൂടി നിങ്ങൾക്ക് ഡിഗ്രി ലഭ്യമായി എന്നുള്ളത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ആണ്. അങ്ങനെ നിങ്ങൾക്ക് ഡിഗ്രി സെനറ്റ് അംഗീകരിച്ചതോടുകൂടി തന്നെ നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടൽ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. അതിൽ ചിലപ്പോൾ സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചതിൻ്റെ കോപ്പി യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കണമെന്ന് പറയുന്നുണ്ടാവും. അങ്ങനെ ഇപ്പോൾ എത്തിക്കേണ്ട, അത് മുൻപ് അത് എത്തിക്കേണ്ടിയിരുന്നു. ഓക്കെ, ഈ വർഷം ഗ്രാജുവേഷൻ സെറിമണി ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഓരോ സബ്ജക്റ്റിലും റാങ്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സർട്ടിഫിക്കറ്റ് വിതരണമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലായത്. റാങ്ക് പൊസിഷൻ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് ലഭ്യമാവുകയുള്ളൂ കൂടി അറിയിക്കുന്നു. നിങ്ങൾക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും ഗ്രേഡ് കാർഡും ലഭിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും ഒറിജിനൽ ഗ്രേഡ് കാർഡും ലഭ്യമാകാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അത് പല സപ്ലിമെൻ്ററി റീവാലുവേഷനിലേക്കായിരിക്കും അവർ പാസ്സാകുന്നത്. അങ്ങനെ നിങ്ങൾ സപ്ലിമെൻ്ററി റീവാലുവേഷനിൽ പാസ്സായി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും ലഭ്യമാക്കും. ഇനി ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും ലഭ്യമായി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ റീവാലുവേഷൻ ഇംപ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് വരികയാണ്. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും തിരുത്തേണ്ടതുണ്ട്. അത് യൂണിവേഴ്സിറ്റി പോയാണ് നിങ്ങൾ തിരുത്തേണ്ടത് എന്നുകൂടി അറിയിക്കാം. അങ്ങനെ തിരുത്തി കഴിഞ്ഞതിന് ശേഷം എല്ലാ റിസൾട്ടും വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്താൽ മതി എന്നുള്ള കാര്യം കൂടി അറിയിക്കാം. ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ ഓർഡിനറി വിഭാഗത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഫീസ് എന്ന് പറയുന്നത് 345 രൂപയും, അർജന്റ് വിഭാഗത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 895 രൂപയുമാണ്. അർജന്റ് വിഭാഗത്തിൽ ഏറ്റവും വേഗത്തിൽ ലഭ്യമാകാൻ, വേഗം എന്ന് പറഞ്ഞാൽ 3-4 മാസത്തിനുള്ളിൽ അത് ലഭ്യമാകുന്ന രീതിയാണ്. ഇനി നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് നിങ്ങൾ അർജന്റായിട്ട് അപ്ലൈ ചെയ്തു, പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു വിസ വന്നു, അർജന്റായിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് വേണം, 1-2 ആഴ്ചക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള പ്രൊസീജിയർ ഉണ്ട്. അതിന് നിങ്ങൾ ആദ്യം അർജന്റിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് 3360 രൂപ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് ലഭ്യമാകും. 895 3360 കൂടി അടക്കേണ്ടതുണ്ട്. അത് അത്രയും അർജന്റ് ഉള്ളവർക്ക് മാത്രമുള്ളതാണ്. ഓക്കെ, അല്ലാതെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അത്യാവശ്യമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ അതിന് അപ്ലൈ ചെയ്യേണ്ട. PGക്ക് അപ്ലൈ ചെയ്യണമെങ്കിലോ BEdന് അപ്ലൈ ചെയ്യണമെങ്കിലോ അതിന് ജോയിൻ ചെയ്യണമെങ്കിലോ ഒന്നും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ബഹുഭൂരിപക്ഷ യൂണിവേഴ്സിറ്റികളും ആവശ്യപ്പെടുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ അർജന്റിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 3-4 മാസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് ലഭ്യമാകും. നിങ്ങൾ ഓർഡിനറി ആണെങ്കിൽ 6 മാസത്തോളം എടുക്കാറുണ്ട്. ഓക്കെ, ഈ രീതിയിലാണുള്ളത്. 2026 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, താങ്ക് യു.